കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ പ്രധാന മുഖം ആര് എന്ന ചോദ്യത്തിന് ഈ കാലയളവിൽ വരെ മറ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അതിന് ഒറ്റുത്തരമേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. എന്തിനേറെ പോളിറ്റ് ബ്യൂറോയിൽ പോലും ശക്തമായ നിലപാട് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കരുത്തുള്ള നേതാവ്, പല വിട്ടുവീഴ്ചകളും പാർട്ടി നൽകുന്ന ഒരു നേതാവ്. എന്നാൽ ആ പിണറായിയേക്കാൾ മുകളിലേക്ക് ഇപ്പോൾ ഒരു ശക്തി കേന്ദ്രം ഉയരുന്നു. അത് MA ബേബി ആകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അടുത്തിടയ്ക്ക് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന്റെ ഉദ്ഘാടനം ഇന്നലെ നടന്നപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നിർവഹിച്ചു ആ ഉദ്ഘാടനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതോടെ നിരവധി പേർ കോഴിക്കോട് DCC ഓഫീസിന്റെ നാടമുറിക്കൽ ചടങ്ങും AKG സെന്ററിന്റെ നാടമുറിക്കൽ ചടങ്ങും താരതമ്യം ചെയ്ത് രംഗത്തെത്തി. നാടമുറിക്കുമ്പോൾ മുൻനിരയിൽ KC വേണുഗോപാലിനൊപ്പം നിൽക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ നടത്തിയ ഉന്തും തള്ളുമായിരുന്നു DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഹൈലൈറ്റ്. പാർട്ടിയിൽ തന്നെ ഇത് വലിയ പ്രശ്നമായി എന്നും മാത്രമല്ല, പുറത്ത് വൻതോതിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തു. പാർട്ടി മുഖപത്രത്തിന് ഇതിനെതിരായി എഴുതേണ്ടി വന്നു. എന്നാൽ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ നാടമുറിക്കൽ ചടങ്ങ് വേറൊരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കോൺഗ്രസിനെ പോലെ നാടമുറിക്കുമ്പോൾ ഉന്തും തള്ളുമൊന്നും അവിടെയില്ല. CPM പോലൊരു പാർട്ടിയിൽ അതിന് സാധ്യതയും കുറവാണ്. നേതാക്കൾ എല്ലാവരും പിണറായി വിജയൻ നാടമുറിക്കുമ്പോൾ പുഞ്ചിരി തൂക്കി ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് ചിത്രത്തിൽ. പക്ഷേ CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇക്കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായി പിണറായിയുടെയും മറ്റ് സംസ്ഥാന നേതാക്കളുടെയും പുറകിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിണറായിയുടെ മുന്നിൽ MA ബേബി ആരുമല്ലെന്ന പ്രതീതി തോന്നിപ്പിക്കുന്ന ചിത്രമെന്നാണ് പലരും ഇതിനെ വിലയിരുത്തിയത്. സംസ്ഥാന പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ആണോ പാർട്ടി നിയോഗിച്ച മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവാണോ വലുത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനറൽ സെക്രട്ടറി പദവിക്ക് മങ്ങൽ വരാതിരിക്കണമെങ്കിൽ ബേബിക്ക് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാമായിരുന്നു എന്ന അഭിപ്രായം ഉയർത്തുന്നവരും നിരവധിയാണ്. ഇത്തരമൊരു പരിപാടിയിൽ ഉന്തും തള്ളും ഉണ്ടാക്കി ഫോട്ടോയിൽ ഉൾപ്പെടാൻ മത്സരിക്കുന്നത് പോലെ തന്നെ മോശമാണ് CPM പോലൊരു കേഡർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുന്നിൽ നിൽക്കേണ്ട സന്ദർഭത്തിൽ പിന്നിലേക്ക് മാറ്റപ്പെടുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഒരു ഉയർന്ന ഇരിപ്പിടം പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ച MA ബേബിക്കുണ്ട്. ഈ രാജ്യത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനിയായ നേതാവാണ് MA ബേബി. പിണറായിയേക്കാൾ എത്രയോ മുകളിൽ. പക്ഷേ കേരള സംവിധാനം പുലർത്തി മുൻപോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ആ കേരള സംവിധാനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല? പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഒരു വേദിയിൽ മുഖ്യമന്ത്രിയേക്കാൾ മുകളിലേക്ക് ആരുമില്ല എന്ന ധാർഷ്ട്യ മനോഭാവത്തെ പഞ്ചപുച്ഛമടക്കി സ്വീകരിക്കുന്ന ഒരു നിലപാടും രീതിയും ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അത് DCC ഓഫീസിന്റെ മുൻപിൽ നാടമുറിക്കുവാൻ നേതാക്കന്മാർ തടിച്ച ഉന്തും തള്ളും ഉണ്ടാക്കിയതിനേക്കാൾ വലിയ നാണക്കേടാണ് എന്ന ബോധ്യം CPM ഉണ്ടാകണം. പാർട്ടി സംവിധാനമുണ്ടെങ്കിൽ, പാർട്ടിയുടെ കേഡർ രീതി ഉണ്ടെങ്കിൽ, ആ സംവിധാനത്തിനും കേഡർ സംവിധാനത്തിനും ഒക്കെ മുകളിലേക്ക് ആ നേതാവാണ്, വ്യക്തിയാണ് വലുത് എന്ന ചിന്തയിലേക്ക് ഇടതുപക്ഷം ഏതൊക്കെ സംസ്ഥാനത്തിൽ വളർന്നിട്ടുണ്ടോ അന്നെല്ലാം വലിയ തരത്തിലേക്കുള്ള തിരിച്ചടിയാണ് ആ പാർട്ടി നേരിട്ടിട്ടുള്ളത്. പിണറായി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭയ്ക്ക് പ്രാധാന്യം നൽകുവാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. എന്നാൽ അദ്ദേഹത്തിന് മുൻപിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം അതപ്പതിച്ചു പോയാൽ, സ്വയം ചുരുങ്ങിപ്പോയാൽ, തലകുലിച്ചു നിൽക്കേണ്ട തരത്തിലേക്ക് ഗതികെട്ട് പോയാൽ അത് ആ പാർട്ടിയെയും പാർട്ടിയെ വിശ്വസിക്കുന്ന അണികളെയും സംബന്ധിച്ച പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പൊടുന്നനെ വീഴുന്ന ഒരു അവസ്ഥയായി മാറും. എന്തായാലും പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറിയായ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ MA ബേബിയെ ആ പാർട്ടി വേദിയുടെ ഒരു ഓരത്തേക്ക് ഒതുക്കി നിർത്തിയത് പാർട്ടിയുടെ അന്തസ്സിനും രീതിക്കും അനുസരിച്ച് തെറ്റ് തന്നെയാണ്.